നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി കുടുംബമേള ഏപ്രിൽ 26-ന് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കരിമണ്ണൂർ റോയൽ ലാൻഡ്സ് ക്ലബ്ബും KS ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ ദാനം നടന്നു. കരിമണ്ണൂരിൽ നടന്ന ചടങ്ങിൽ വെച്ച് ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ഷൈൻ കുമാർ താക്കോൽ കൈമാറി. നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നടത്തുന്ന ഒരു മാസത്തെ സമ്മർ സ്പോർട്സ് സ്കൂൾ ആരംഭിച്ചു. ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. മലയപ്പറമ്പ് വാർഡിൽ ഇലക്ഷന് വോട്ടിനു വേണ്ടി തട്ടിക്കൂട്ടിയ ഓട നിർമ്മാണം പാതി വഴിയിൽ നിർത്തിയിട്ടിരിക്കുകയാണെന്ന് ആരോപിച്ച് SDPI രംഗത്ത്. പൊതുവിപണിയിൽ ചെറുനാരങ്ങയ്ക്ക് തീവില. മിക്കയിടങ്ങളിലും കിലോയ്ക്ക് 200 മുതൽ 240 രൂപ വരെയാണ് ചെറുനാരങ്ങയുടെ വിൽപ്പന നടക്കുന്നത്. വാർത്തകൾ വിശദമായി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി കുടുംബമേള ഏപ്രിൽ 26-ന് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ അധ്യക്ഷത വഹിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ മുഖ്യ പ്രഭാഷണം നടത്തും. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാരി കുടുംബമേള 2026 26-ന് ന്യൂമാൻ കോളേജിൽ നടത്തും. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ വെച്ച് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തൊടുപുഴയുടെ വികസനത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ PG ജോസഫ് MLA ചടങ്ങിൽ ആദരിക്കും. മർച്ചന്റ്സ് അസോസിയേഷന്റെ സ്നേഹോപകാരവും അദ്ദേഹത്തിന് കൈമാറും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ യോഗത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. തൊടുപുഴ ന്യൂമാൻ കോളേജ് ബർസ റവറന്റ് ഫാദർ ബെൻസൺ N. ആന്റണി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ്, ജനറൽ കൺവീനർ R. രമേശ്, രക്ഷാധികാരി TN പ്രസന്നകുമാർ എന്നിവർ ആശംസകൾ നേരും. 26-ന് ഉച്ചയ്ക്ക് 2:30-ന് രജിസ്ട്രേഷനോടുകൂടി ആരംഭിച്ച കുട്ടികളും കുടുംബാംഗങ്ങളും അടക്കമുള്ളവർക്ക് പങ്കെടുക്കാവുന്ന രസകരമായ വിവിധ ഇൻഡോർ മത്സരങ്ങൾ നടത്തും. വ്യാപാര രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അസോസിയേഷൻ അംഗങ്ങളെ പ്രത്യേകമായി ചടങ്ങിൽ ആദരിക്കും. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 20 ദമ്പതികൾക്ക് പ്രത്യേക സമ്മാനങ്ങളും ആദ്യാവസാനം പങ്കെടുക്കുന്നവർക്ക് ഗിഫ്റ്റ് വൗച്ചറുകളും നൽകും. തുടർന്ന് ദൃശ്യശ്രവണ വിസ്മയമൊരുക്കുന്ന മെഗാ മ്യൂസിക്കൽ ഡാൻസിംഗ് നൈറ്റ് വേദിയിൽ നടക്കും. പിന്നണി ഗായകനും സിനി ആർട്ടിസ്റ്റുമായ നിസാം അലി, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ വിന്നർ ദേവസൂര്യ, നിരവധി മ്യൂസിക്കൽ ആൽബങ്ങളിലെ നായിക സന, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ഫല അലി, TV ആർട്ടിസ്റ്റ് ശ്രീജിത്ത് പേരാമ്പ്ര, അമൃത സൂപ്പർ ഡാൻസർ വിജയികളായ ദി ഡാൻസിംഗ് മിസ്റ്ററി ടീം തുടങ്ങിയവർ മെഗാ ഷോയിൽ പങ്കെടുക്കും. ഞങ്ങളുടെ മർച്ചന്റ് അസോസിയേഷന്റെ ഒരു കുടുംബമേള 26-ാം തീയതി വൈകിട്ട് ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് നടത്തുന്നത്. ഓപ്പൺ സ്റ്റേജിലാണ് അത്. ഞങ്ങൾ അന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും പങ്കെടുക്കും. അത് കൂടാതെ നമ്മുടെ തൊടുപുഴ MLA 50 വർഷം നമ്മുടെ തൊടുപുഴയെ നയിച്ച നമ്മുടെ MLA ജോസഫ് സാറിനെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. തൊടുപുഴ വ്യാപാര സമൂഹത്തിൻ്റെ ഒരു ആദരവ് അന്നേ ദിവസം കൊടുക്കുന്നുണ്ട്. ഡീൻ കുര്യാക്കോസ് MP ആണ് അന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. ഈ വരുന്ന 26-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഞങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സോട് കൂടിയിട്ടാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. ഞങ്ങളുടെ അവിടെ എത്തുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ പങ്കെടുക്കാവുന്ന രസകരമായ കുറച്ച് ഇൻഡോർ ഗെയിംസും മറ്റു കാര്യങ്ങളുമൊക്കെ അവിടെ നടത്തപ്പെടും. ഏതാണ്ട് ഒരു 5:30 തന്നെ ഞങ്ങളുടെ ഒരു പൊതുയോഗം അവിടെ ആരംഭിക്കും. അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ രാജു തരണിയിൽ അധ്യക്ഷത വഹിക്കുന്ന പൊതുയോഗം ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസ് അവர்களായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, R. രമേശ്, CK നവാസ്, അനിൽ പിടികപ്പറമ്പിൽ, ഷെരീഫ് സർഗം, ലാലി വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ റോയൽ ലാൻഡ്സ് ക്ലബ്ബും KS ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ ദാനം നടന്നു. കരിമണ്ണൂരിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ഷൈൻ കുമാർ താക്കോൽ കൈമാറി. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അലോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ആയുത്തുപാടം മുഖ്യ പ്രഭാഷണം നടത്തി.
കരിമണ്ണൂർ റോയൽ ലയൺസ് ക്ലബ്ബും KS ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർധന കുടുംബത്തിനായി നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു. കരിമണ്ണൂരിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ഷൈൻകുമാർ താക്കോൽ കൈമാറി. ലയൺസ് ക്ലബിന്റെ ഭാഗമായി ഇവിടെ കണക്കുകളെല്ലാം രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം രാജന നമ്പൂതിരിയുടെ കൊല്ലം 168 നിർധരായ ആളുകൾക്ക് വീട് വെച്ച് ഭവനം വെച്ച് കൊടുക്കാനായിട്ട് സ്വപ്ന വീട് പദ്ധതിയുടെ സാധിച്ചു. ഈ വർഷം ആ പദ്ധതിയുടെ പേരേ മാറിയിട്ടുള്ളൂ, സ്നേഹവീട്. എന്ത് തന്നെയായാലും 125ഓളം വീട് റോയ് സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഡിസ്ട്രിക്ട് തിരുവണ്ണാമല, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിലായി നടക്കുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. ഈ ഒരു വീട് ഒരു മതിലോ മേൽക്കൂരയുള്ള ഒരു ഏരിയ അല്ല എന്ന് ചിന്തിക്കണം. ഇതൊരു പുത്തൻ പ്രതീക്ഷയുടെ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്ര യാതൊരു ടെൻഷനും കൂടാതെ കയറി നമ്മളുടെ കർമ്മങ്ങൾ മാത്രം നോക്കി മാനസിക വീര്യവും മൂല്യവും ഒക്കെ ഡബിളാവുന്നു. പ്രിയപ്പെട്ട ദിവ്യ ഓമനക്കുട്ടന്. അപ്പോൾ ഞങ്ങളെല്ലാവരും വീടുള്ളവരാണ്, എല്ലാവർക്കും ലോണും കാര്യങ്ങളും ഉണ്ട്. യാതൊരു ലോണുമില്ലാതെ അടച്ചുറപ്പുള്ള പുത്തൻ പ്രതീക്ഷയുള്ള ഒരു പെരയിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ ഭാവിയിൽ വളർന്നു വലുതാവുമ്പോൾ കൈ നീട്ടി ചോദിക്കുന്ന ഒരാൾക്ക് ആ ഒരു സഹായം കൊടുക്കാൻ നിങ്ങൾക്കും സാധിക്കണം. പരസ്പരം സഹായിക്കലിൻ്റെയും പരസ്പരം സ്നേഹിക്കലിൻ്റെയും കരുണയുള്ള ഒരു വലിയ മന്ദിരങ്ങൾ പടുത്തുയർത്താൻ നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് സാധിക്കണം. രാഷ്ട്രീയമേതുമാവട്ടെ മതമേതുമാവട്ടെ നമ്മൾ പരസ്പരം സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങ് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ അലോഷി അഗസ്റ്റിൻ അധ്യക്ഷനായി. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ആയുത്തുപാടം മുഖ്യപ്രഭാഷണം നടത്തി. എപ്പോഴും ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാവർക്കും അത് സാധ്യമാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വീട് വയ്ക്കാൻ അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആളുകൾക്ക് സമൂഹത്തിൽ അതിന് സാധിക്കുന്ന ആളുകൾ സഹായം ചെയ്യുമ്പോഴാണ് എല്ലാവരിലോട്ടും ഭവനം അല്ലെങ്കിൽ വീടെന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാവുന്നത്. 3 വർഷം അല്ലെങ്കിൽ 3-4 മാസമായുള്ളൂ കരിമണ്ണൂർ പഞ്ചായത്തിൽ പുതിയൊരു ഭരണസമിതി അധികാരത്തിൽ വന്നത്. അതിനുശേഷം എനിക്ക് രണ്ടാമത്തെ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തന്നെയുള്ള രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാന ചടങ്ങിലാണ് പങ്കെടുക്കാൻ സാധിച്ചത്. റോയ് പദ്ധതി അവലോകനം നടത്തി. കരിമണ്ണൂർ റോയൽ ലയൺസ് ക്ലബിന്റെ പ്രധാന സേവന പ്രവർത്തനങ്ങളിൽ ഒന്നായാണ് ഈ ഭവന നിർമ്മാണ പദ്ധതി പൂർത്തിയാക്കിയത്. ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് സെക്രട്ടറി സജി ചാമേലി, ഡിസ്ട്രിക്ട് ട്രഷറർ വർഗീസ് ജോസഫ്, റീജിയണൽ ചെയർമാൻ ഷിബു അലക്സ്, സോൺ ചെയർമാൻ ലയൺ ജേസൺ ജോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ബൈജു ജോർജ് സ്വാഗതവും ലയൺ ജോയ് ജോസഫ് നന്ദിയും പറഞ്ഞു. മറ്റ് പ്രമുഖ വ്യക്തികളും ക്ലബ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നടത്തുന്ന 1 മാസത്തെ സമ്മർ സ്പോർട്സ് സ്കൂൾ ആരംഭിച്ചു. ടൗണിൽ നടന്ന റാലിക്ക് ശേഷം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ വെച്ച് ദേശീയ ജൂഡോ മത്സരങ്ങളിൽ മെഡൽ നേടിയ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള താരങ്ങൾക്ക് സ്വീകരണം നൽകി. നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചാണ് 1 മാസത്തെ അവധിക്കാല കായിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. മെയ് 30 വരെ നടക്കുന്ന പരിപാടിയിൽ 5 മുതൽ 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഫുട്ബോൾ, ജൂഡോ, അത്ലറ്റിക്സ് എന്നിവയിൽ പരിശീലനം നൽകും. പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ രാവിലെ 7 മണി മുതൽ 9:30 വരെയാണ് പരിശീലനം. കുട്ടികളിലെ കായിക അഭിരുചികൾ വളർത്താനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുവാനും ലക്ഷ്യമിട്ടുള്ള ഈ ക്യാമ്പിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് തുടർ പരിശീലന സൗകര്യവും ഒരുക്കുന്നുണ്ട്. ടൗണിൽ നടന്ന റാലിക്ക് ശേഷം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ അധ്യക്ഷനായി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ അവധിക്കാല കായിക പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ ഭേദമന്യേ നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ ഒറ്റക്കെട്ടായി നിന്ന് പല കാര്യങ്ങളും ചെയ്യുന്നത് നെടുങ്കണ്ടത്തിൻ്റെ കായിക രംഗത്തിൻ്റെ മുന്നേറ്റത്തിന് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നുണ്ട്. ജൂഡോയുടെയും അത്ലറ്റിക്സിൻ്റെ അടക്കം ഹോസ്റ്റലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഹോസ്റ്റലിൽ പ്രവർത്തിക്കാൻ ഗവൺമെൻറ് അതിനാവശ്യമായ ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്താത്ത ഘട്ടം കഴിഞ്ഞ കുറച്ച് നാളുകൾ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്താണ് ഹോസ്റ്റലിൽ വാടക കൊടുക്കുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഒരു ഭീമമായ തുക തന്നെ അത് വാടക ഇനത്തിൽ തന്നെ കൊടുത്തു പോകുന്നുണ്ട്. അത് രാഷ്ട്രീയ ഭേദമന്യേ ആര് വന്നാലും അത് കൊടുക്കുന്ന രീതി ഗ്രാമപഞ്ചായത്ത് ഐക്യകണ്ഠേന പാസ്സാക്കുന്നത് നെടുങ്കണ്ടത്തിൻ്റെ കായിക രംഗത്തിൻ്റെ മുന്നേറ്റത്തിന് എത്രമാത്രം ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
യോഗത്തിൽ വെച്ച് ദേശീയ ജൂഡോ മത്സരങ്ങളിൽ മെഡൽ നേടിയ ജില്ലയിൽ നിന്നുള്ള താരങ്ങളെ ആദരിച്ചു. ദേശീയ ജൂഡോ മെഡൽ ജേതാക്കളായ നന്ദന പ്രസാദ്, ഗോഡ്വിൻ പി ബിനോയ്, പി എ അമൃത, സന്ദീപ് ഷാജി, അർജുൻ അജികുമാർ എന്നിവരെയാണ് ആദരിച്ചത്. യോഗത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ഷാജിമോൻ, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ, NSA ചെയർമാൻ TM ജോൺ, ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് PK ഷാജി, ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർമാൻ റജി വരകകാലായി, ദീപ്തി മരിയ, M സുകുമാരൻ, MN ഗോപി, റേസൻ B ജോസഫ്, അനൂപ് S ചന്ദ്രൻ, സൈജു ചെറിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. മലയപ്പറമ്പ് വാർഡിൽ ഇലക്ഷന് വോട്ടിന് വേണ്ടി തട്ടിക്കൂട്ടിയ ഓട നിർമ്മാണം പാതി വഴിയിൽ നിർത്തിയിട്ടിരിക്കുകയാണെന്നാരോപിച്ച് SDPI രംഗത്ത്. എത്രയും പെട്ടെന്ന് ഓട നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും SDPI മലയപ്പറമ്പ് ബ്രാഞ്ച് ഭാരവാഹികൾ അറിയിച്ചു. മലയപ്പറമ്പ് വാർഡിൽ ഇലക്ഷന് വോട്ടിനു വേണ്ടി തട്ടിക്കൂട്ടിയ ഓട നിർമ്മാണം പാതി വഴിയിൽ നിർത്തിയിട്ടിരിക്കുകയാണെന്ന് SDPI മലയപ്പറമ്പ് ബ്രാഞ്ച് ഭാരവാഹികൾ. തട്ടിക്കൂട്ട് വികസന പ്രവർത്തനം ജനം തിരിച്ചറിയുമെന്നും കാഴ്ചപ്പാടുകളില്ലാത്ത ഓട നിർമ്മാണം മൂലം കുടിവെള്ള പൈപ്പ് പൊട്ടിയെന്നും ഓടയിൽ നിന്നും ഒഴുകിവരുന്ന മലിനജലം കുടിവെള്ളത്തിൽ കലർന്ന് രോഗങ്ങൾ പടരാൻ കാരണമാകുമെന്നും അവർ ആരോപിച്ചു. മലയപ്പറമ്പ് അശാസ്ത്രീയമായ ഓട നിർമ്മാണം വാട്ടർ അതോറിറ്റിയുടെ പ്ലാസ്റ്റിക് പൈപ്പിൻ്റെ മുകളിൽ കൂടെ കോൺക്രീറ്റ് ചെയ്തു. പൈപ്പ് പൊട്ടി, വെള്ളം പാഴാവുന്നു. ഇനി പൊട്ടൽ വലുതാവും. ഇതിലേറെ അപകടം ഈ കാനയിൽ നിന്നും ഒലിച്ചു വരുന്ന മലിനജലം ഈ കുടിവെള്ളത്തിൽ കലരും, സാംക്രമിക രോഗങ്ങൾ പടരും. ഇത് അശാസ്ത്രീയമാണെന്ന് ഞങ്ങൾ മുന്നേ പറഞ്ഞതാണ്. പൈപ്പ് മാറ്റി സ്ഥാപിക്കണമായിരുന്നു. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തട്ടിക്കൂട്ട് വികസനം ജനങ്ങൾക്ക് ദുരിതമാകുന്നു. പൈപ്പ് പൊട്ടി. ഇത് പൊതുജനങ്ങളുടെ ജീവന ഭീഷണിയും വലിയ തോതിൽ അപകടങ്ങളും ഉണ്ടാവുന്നു. ഓട നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് ജനങ്ങൾക്ക് വേണ്ടി SDPI മലയപ്പറമ്പ് ബ്രാഞ്ച് കമ്മിറ്റി സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. ശാശ്വതമല്ലാത്ത ഓട നിർമ്മാണത്തിലൂടെ മലിനജലവും ഒഴുകിവരുന്നത് രോഗം പടരാൻ സാധ്യത കൂട്ടുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് മലയപ്പറമ്പ് ബ്രാഞ്ച് പ്രസിഡന്റ് മാഹിൻ, സെക്രട്ടറി KA അനസ് എന്നിവർ അറിയിച്ചു. പൊതുവിപണിയിൽ ചെറുനാരങ്ങയ്ക്ക് തീവില. മിക്കയിടങ്ങളിലും കിലോയ്ക്ക് 200 മുതൽ 240 രൂപ വരെയാണ് ചെറുനാരങ്ങയുടെ വിൽപ്പന നടക്കുന്നത്. ചെറുനാരങ്ങയ്ക്ക് ആവശ്യകത കൂടിയതും ലഭ്യത കുറഞ്ഞതുമാണ് ഇപ്പോഴത്തെ വിലവർധനവിന് കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ചെറുനാരങ്ങയ്ക്ക് വിപണിയിൽ വില കുതിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ചെറുനാരങ്ങയുടെ വിലയിൽ ഇരട്ടിയിലധികം വർധനവാണ് ഉണ്ടായത്. നിലവിൽ 200 മുതൽ 2400 രൂപ വരെയാണ് പലയിടങ്ങളിലും ചെറുനാരങ്ങയുടെ മൊത്ത വിൽപ്പന വില. ചില്ലറ വില 250 കടക്കും. 100 രൂപയ്ക്കും താഴെയായിരുന്നു ഒരു മാസം മുമ്പ് വരെ ചെറുനാരങ്ങയുടെ വില. അവിടെ നിന്നാണ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ചെറുനാരങ്ങ വില ഇപ്പോൾ 250ലേക്ക് എത്തിയിട്ടുള്ളത്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ പൊതുവെ ചെറുനാരങ്ങയുടെ ആവശ്യകത വർദ്ധിക്കുന്ന കാലയളവാണ്. ആവശ്യകത വർദ്ധിച്ചതും ലഭ്യതയും ഉൽപാദനവും കുറഞ്ഞതും ചെറുനാരങ്ങയുടെ വില വർധനവിന് കാരണമായതായി വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നു. നാരങ്ങ വില കൂടാനുള്ള കാരണം പറഞ്ഞാൽ വെയിൽ തന്നെയാണ്. വടക്കേ ഇന്ത്യ മുഴുവൻ വെയിലാണ്, ഇന്ത്യ രാജ്യം മുഴുവൻ വെയിലാണ്. നമ്മുടെ ഇവിടുന്ന് പ്രധാനമായിട്ട് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് നാരങ്ങ വരുന്നില്ല. ഇവിടെ നാരങ്ങ ഇപ്പോൾ 200 രൂപ മുതൽ 240 രൂപ വരെ ഹോൾസെയിൽ വിലയുള്ള സാധനമുണ്ട്. പിന്നെ വലിപ്പം അനുസരിച്ചും ക്വാളിറ്റി അനുസരിച്ചൊക്കെ വില വ്യത്യാസങ്ങൾ തന്നെയാണ്. നല്ല ഏറ്റവും കൂടിയ നാരങ്ങ 240 രൂപ, അത് തൊട്ട് താഴെ 220, 200. പിന്നെ ഈ അച്ചാറിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ നാരങ്ങയൊക്കെയുണ്ട് 150 രൂപ. ഇന്ന് കൂടിയതാട്ടോ, 30 രൂപ ഇന്ന് കൂടി ഇന്നലത്തേക്കാളും. ഇന്നലെ ഇത്രയും വിലയില്ലായിരുന്നു. തമിഴ്നാടടക്കം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും ചെറുനാരങ്ങ കേരളത്തിലേക്ക് എത്തുന്നത്. ചെറുനാരങ്ങ വില വർദ്ധിച്ചതോടെ നാരങ്ങാ വെള്ളത്തിനും ബേക്കറി, ഹോട്ടൽ ഉടമകൾ വില വർദ്ധിപ്പിച്ചു. 20 മുതൽ 30 രൂപ വരെ ചിലയിടങ്ങളിൽ നാരങ്ങാ വെള്ളത്തിന് വില ഈടാക്കുന്നുണ്ട്. ഇത് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ മാസം വരെ നാരങ്ങയുടെ വില 80 രൂപ മുതൽ 100 രൂപ വരെയായിരുന്നു. ഇന്നത്തെ ഹോൾസെയിൽ വില 220 രൂപ മുതൽ 240 രൂപ വരെയായിട്ടുണ്ട്. നാരങ്ങ വെള്ളമൊക്കെ കഴിഞ്ഞ ദിവസം വരെ 15 രൂപ 20 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ 20 രൂപ 25 രൂപ വരെയായി. നമ്മുടെ വേനൽ കനത്തോടുകൂടി നാരങ്ങയുടെ ആവശ്യക്കാർ ഒരുപാട് കൂടിയിട്ടുണ്ട്. നാരങ്ങ വെള്ളത്തിൻ്റെ ആവശ്യക്കാർ ഒരുപാട് കൂടിയിട്ടുണ്ട്. പക്ഷെ നാരങ്ങ തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞു. അതുകൊണ്ടാണ് ഇതിൻ്റെ വിലയ്ക്ക് ഇത്ര ഡിമാൻഡായി പോയത്. നാരങ്ങ വെള്ളം ശരാശരി 4-5 നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ അവർ പറയുന്നത് നാരങ്ങ വെള്ളത്തിന് 5 രൂപയിലും കുറഞ്ഞു കിട്ടിയായിരുന്നെങ്കിൽ ദൈനംദിന ചെലവിൽ തന്നെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് നാരങ്ങയുടെ വില. നാരങ്ങ കുടിക്കുന്നതിന് മുമ്പ് തന്നെ നാരങ്ങയുടെ വില പറഞ്ഞല്ല, നാരങ്ങ വെള്ളത്തിന്റെ വില പറഞ്ഞ് തന്നെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അച്ചാറടക്കം നാരങ്ങ ഉപയോഗിച്ചുള്ള അടുക്കളയിലെ പാചകവും ചെറുനാരങ്ങ വില വർധനവിലൂടെ ചിലവേറിയതായി മാറി. അടുത്ത ഒരു മാസം കൂടി ചെറുനാരങ്ങയുടെ ഉയർന്ന വില തുടർന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. മഴക്കാലം എത്തുന്നതോടെ ചെറുനാരങ്ങ വിലയിൽ ഇടിവ് സംഭവിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
പീരുമേട് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡായ വുഡ്ലൻഡ്സിൽ പള്ളിക്കുന്ന് ടൗണിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തി. കുട്ടിക്കാനം അയ്യച്ചാടിയിലെ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ നടത്തിയ ശുചീകരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് രാജൻ ഉദ്ഘാടനം ചെയ്തു. അയ്യച്ചാടി പ്രിൻസിപ്പൽ ബാബു, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് അനുമോൾ, അനുപമ തുടങ്ങിയവർ പങ്കെടുത്തു. സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ 9-ാം ദിന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും ഛിന്നഭിന്നമാക്കുന്ന തിന്മയുടെ ശക്തികളെ തകർക്കുവാൻ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥം ഏറെ അനിവാര്യമാണെന്ന് അദ്ദേഹം തിരുനാൾ സന്ദേശത്തിൽ പറഞ്ഞു. സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ 9-ാം ദിന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും ഛിന്നഭിന്നമാക്കുന്ന തിന്മയുടെ ശക്തികളെ തകർക്കുവാൻ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥം ഏറെ അനിവാര്യമാണെന്ന് അദ്ദേഹം തിരുനാൾ സന്ദേശത്തിൽ പറഞ്ഞു. സെന്റ് ജോർജിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം പൗരസ്ത്യ സഭകളിൽ 24-ാം തീയതിയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധൻ ഒരു സാധാരണ വിശുദ്ധനല്ല. കാരണം നാം കാണുന്നുണ്ട് വിശുദ്ധന്റെ രൂപത്തിൽ എങ്ങനെയാണെന്ന് കുതിരപ്പുറത്ത് കുന്തവുമായി നിൽക്കുന്ന വിശുദ്ധനാണ്. മറ്റൊരു വിശുദ്ധനെ അങ്ങനെ കണ്ടിട്ടില്ല. ശക്തിയുള്ള വിശുദ്ധനാണ് നമുക്കറിയാം. എന്തിനാ ശക്തിയുള്ളത്? തിന്മയെ കീഴ്പ്പെടുത്തുവാൻ ശക്തിയുള്ള വിശുദ്ധനാണ്. ഒരു വ്യാളിയെ കുന്തം കൊണ്ട് കുത്തുന്നതായിട്ടാണ് നാം പടത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ രൂപത്തിൽ കാണുന്നത് അല്ലേ? വ്യാളി എന്ന് പറഞ്ഞാല് തിന്മയുടെ ശക്തിയായിട്ടാണ്. വന്ന് നാം കഥകളിൽ കേൾക്കുന്നത്, ഐതിഹ്യത്തിൽ കേൾക്കുന്നത് എങ്ങനെയാണ്? ഒരു കന്യകയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വ്യാളി ആ കന്യകയെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കുന്തവും കുതിരയുടെ പുറത്ത് കുന്തവുമായിട്ട് വിശുദ്ധൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് അന്നത്തെ കാര്യം. ഇന്ന് ഇതേപോലുള്ള സാഹചര്യങ്ങളുണ്ട്. പലവിധ വ്യാളികൾ നമുക്കുണ്ട്. എന്ന് വെച്ചാൽ തിന്മയുടെ ശക്തികൾ നമുക്കുണ്ട്. ആ തിന്മയുടെ ശക്തികളെ അതിജീവിച്ച് നന്മയിൽ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ ദൗത്യമാണ് വിശുദ്ധ ഗീവർഗീസിന്റെ ദൗത്യം എന്നുള്ളത്. തുടർന്ന് പകൽ പ്രദക്ഷിണവും സമാപന പ്രാർത്ഥനയും ആശീർവാദവും നേർച്ച സമർപ്പണവും നടന്നു. പരിപാവനമാ
ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് നാഷണൽ നിയോനെറ്റോളജി ഫോറത്തിന്റെ നേതൃത്വത്തിൽ പാല മാർസ്ലീവ മെഡിസിറ്റിയിൽ വെച്ച് നിയോനെറ്റൽ റീസസിറ്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള പീഡിയാട്രിക് നിയോനെറ്റോളജി വിഭാഗം ഡോക്ടർമാർ പങ്കെടുത്തു. നാഷണൽ നിയോനെറ്റോളജി ഫോറം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഒ ജോസ് ഉദ്ഘാടനം ചെയ്തു. മാർസ്ലീവ മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സിഇഒ റവറന്റ് ഫാദർ മാത്യു തെക്കൽ, ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു, പീഡിയാട്രിക്സ് ആൻഡ് നിയോനെറ്റോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റുമാരായ ഡോക്ടർ അനിൽ നാരായണൻ, ഡോക്ടർ സിസ്റ്റർ ജ്യോതിസ് എന്നിവർ പ്രസംഗിച്ചു. നവജാത ശിശുക്കളുടെ പരിചരണവും നൂതന ചികിത്സകളെക്കുറിച്ചും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ പരിശീലനവും പ്രോഗ്രാമിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ ഈ വർഷത്തെ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു. ബാലവാടിക മുതൽ 8ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസമാണ് അർഹരായ കുട്ടികൾക്ക് കേന്ദ്രീയ വിദ്യാലയം നൽകുന്നത്. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ സർക്കാർ ജീവനക്കാരുടെ കുട്ടികൾക്ക് മാത്രമേ പ്രവേശനം ലഭിക്കൂ എന്ന പൊതുധാരണയുണ്ട്. എന്നാൽ പൈനാവ് പോലുള്ള പ്രദേശങ്ങളിൽ സർക്കാർ ജീവനക്കാർ കുറവായതിനാൽ മറ്റുള്ള വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കാനുള്ള അവസരം കൂടുതലാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു. കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം നിലവിൽ അഡ്മിഷനായി അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. രാജ്യത്താകെ 1200-ലധികം സ്കൂളുകൾ ഉൾക്കൊള്ളുന്ന KVS ശൃംഖലയിലെ ഭാഗമായ പൈനാവ് കേന്ദ്രീയ വിദ്യാലയം 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും 100% വിജയം നേടിയ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിലെ എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. കൂടാതെ കുട്ടികളുടെ പ്രായോഗിക പഠനം, തൊഴിൽപരമായ നൈപുണ്യ വികസനവും ഉറപ്പാക്കാൻ വൊക്കേഷണൽ ലാബ് പുതിയതായി ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള അധ്യാപകർ എല്ലാവരും ദേശീയ തലത്തിലുള്ള 2 ഘട്ട എഴുത്തു പരീക്ഷയും ഇന്റർവ്യൂവും വിജയകരമായി പൂർത്തിയാക്കിയവരാണ്. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള പഠനാന്തരീക്ഷം ഉറപ്പാക്കപ്പെടുന്നു. പാഠഭാഗങ്ങൾക്കൊപ്പം തന്നെ കല, സാഹിത്യം, കായികം എന്നിവയിൽ വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി വിവിധ പ്രവർത്തനങ്ങളും സ്കൂളിൽ സജീവമായി നടക്കുന്നുണ്ട്. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ സർക്കാർ ജീവനക്കാരുടെ കുട്ടികൾക്ക് മാത്രമേ പ്രവേശനം ലഭിക്കൂ എന്ന പൊതുധാരണയുണ്ട്. എന്നാൽ പൈനാവ് പോലുള്ള പ്രദേശങ്ങളിൽ സർക്കാർ ജീവനക്കാർ കുറവായതിനാൽ മറ്റുള്ള വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള അവസരം കൂടുതലാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അജിമോൻ എ ചെല്ലങ്കോട്ട അറിയിച്ചു. പ്രയോറിറ്റി കാറ്റഗറീസ് ഉണ്ട്. പക്ഷേ പൈനാവ് പോലെ സർക്കാർ ജീവനക്കാർ വളരെ കുറവുള്ള ഒരു സ്ഥലത്ത് സാധാരണക്കാരുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണ് അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഫീസിൽ വന്ന് അതിൻ്റെ രജിസ്ട്രേഷൻ ഫോം വാങ്ങിച്ച് ഫില്ലപ്പ് ചെയ്ത് വേണ്ട ഡോക്യുമെൻറ്റോട് കൂടി സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അഡ്മിഷനായിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ബാലവാടികയുണ്ട്, ക്ലാസ് 1 ഉണ്ട്, ക്ലാസ് 2 ഉണ്ട്. 3ലും 4ലും നമുക്കിപ്പോൾ വേക്കൻസി ഇല്ല. ബാക്കി 11th വരെ ക്ലാസ്സുകളിൽ വേക്കൻസി ഉണ്ട്. ബാലവാടിക ഉൾപ്പെടെ വിവിധ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷനുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ബാലവാടികകളിൽ വിദ്യാഭ്യാസാവകാശ നിയമപ്രകാരം 25% സീറ്റുകൾ പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക വിഭാഗം, സാമ്പത്തികമായി പിന്നോക്ക വിഭാഗം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ എന്നിവർക്കായി സൗജന്യമായി അനുവദിച്ചിട്ടുണ്ട്. താൽപര്യമുള്ള രക്ഷിതാക്കൾക്ക് ഓഫ്ലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഹജ്ജ് പുണ്യം തേടി യാത്രയാകുന്ന ഹാജിമാർക്ക് നെടുങ്കണ്ടത്ത് സ്വീകരണവും യാത്രയയപ്പ് നൽകി. മുസ്ലിം ലീഗ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. നെടുങ്കണ്ടം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ യോഗം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KS സിയാദ് ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം പട്ടം കോളനി മേഖലയിൽ നിന്നും 14 ഹാജിമാരാണ് ഇത്തവണ ഹജ്ജിന് തയ്യാറെടുക്കുന്നത്. മക്ക നഗരം ഹജ്ജിലേക്ക് ഒഴുകി പരക്കുമ്പോൾ ഹൈറേഞ്ചിന്റെ പ്രാർത്ഥനകളുമായി 14 അംഗ സംഘം ഹജ്ജിലെത്തും. നെടുങ്കണ്ടം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ യോഗം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KS സിയാദ് ഉദ്ഘാടനം ചെയ്തു. ഞാനിതിന് പോയിട്ടുള്ള ആളല്ല, പോകണമെന്ന് വലിയ ആഗ്രഹമുള്ളതാണ്. പക്ഷേ നമ്മുടെ ചുറ്റുപാടുകളും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കാരണം അതിന് സമയമായിട്ടില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ പോകാൻ നിൽക്കുന്ന ഒരു സംഘത്തോട് നീ എന്തു പറഞ്ഞിരുന്നു എന്ന് നാളെ എന്നോട് ചോദിച്ചാൽ എന്റെ അറിവിൽപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. മഹ്ശറ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മൗലവിമാർക്ക് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഏർപ്പാടായിട്ട് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ കാണുന്നത്. പള്ളിയിലെ വലതു പരിപാടിക്കിടയിലോ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും മരണപ്പെട്ട് കിടക്കുന്ന സമയത്തോ മഹ്ശറയുണ്ടെന്നും അവിടെ വിചാരണയുണ്ടെന്നും അവിടെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്നും അവർക്ക് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടും ആ സമയത്ത് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു വിഷയം മാത്രമാണ് പരലോകവും അവിടുത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. മുസ്ലിം ലീഗ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് PS യൂനസ് അധ്യക്ഷത വഹിച്ചു.
യോഗത്തിൽ ഷാഹുൽ ഹമീദ് മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. KM മുഹമ്മദ് മൗലവി മുഖ്യ പ്രഭാഷണം നടത്തി. KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, KPCC സെക്രട്ടറി MN ഗോപി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KM സുധീർ, ഹക്കീം, മുഹമ്മദ് ഷെരീഫ്, സിയാദ് കുന്നുകുഴി, അൽ അമീൻ, ഷാജഹാൻ മൗലവി, നാസർ മൗലവി, അബ്ദുൾ റഷീദ്, അൻസാരി മൗലവി, അബ്ദുൾ വഹാബ് പന്തളം, VN അലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. തൊടുപുഴയിൽ ആദ്യമായി മെന്റലിസം ഷോയ്ക്ക് വേദിയൊരുങ്ങുന്നു. മെയ് 16 തൊടുപുഴ ഉത്രം റെസിഡൻസിയിലാണ് സ്പാർക്ക് ഇവന്റ്സ് അവതരിപ്പിക്കുന്ന പ്രശസ്ത മെന്റലിസ്റ്റ് നിബിൻ നിരവത്തിന്റെ അത്ഭുതകരമായ മെന്റലിസം ഷോ നടക്കുന്നത്. മെന്റലിസം ഷോയുടെ ടിക്കറ്റ് ലോഞ്ചിംഗ് തൊടുപുഴ വ്യാപാര ഭവനിൽ നടന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ടിക്കറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൊടുപുഴയിൽ ആദ്യമായി മെന്റലിസം ഷോയ്ക്ക് വേദിയൊരുങ്ങുന്നു. മെയ് 16 തൊടുപുഴ ഉത്രം റെസിഡൻസിയിലാണ് സ്പാർക്ക് ഇവന്റ്സ് അവതരിപ്പിക്കുന്ന ക്രിപ്റ്റിക് 2.0 എന്ന പേരിൽ പ്രശസ്ത മെന്റലിസ്റ്റ് നിബിൻ നിരവത്തിന്റെ അത്ഭുതകരമായ മെന്റലിസം ഷോ അരങ്ങേറുന്നത്. നിങ്ങളുടെ ചിന്തകൾ വായിക്കപ്പെടുമോ? നിങ്ങൾ മനസ്സിൽ കരുതിയത് സ്റ്റേജിൽ വെളിപ്പെടുമോ? കൺമുമ്പിൽ നടക്കുന്നത് എങ്ങനെ സാധ്യമാകുന്നു എന്ന് വിശ്വസിക്കാനാവാത്ത നിമിഷങ്ങളാണ് കാത്തിരിക്കുന്നത്. മിസ്റ്ററി, മൈൻഡ് റീഡിംഗ്, സൈക്കോളജി, ഇല്യൂഷൻ, ഓഡിയൻസ് ഇന്ററാക്ഷൻ എന്നിവ ഒത്തുചേരുന്ന ഒരു വേറിട്ട ഷോയാണ് തൊടുപുഴയിൽ ഒരുങ്ങുന്നത്. ക്രിപ്റ്റിക് മെന്റലിസം ഷോയുടെ ടിക്കറ്റ് ലോഞ്ചിംഗ് തൊടുപുഴ വ്യാപാര ഭവനിൽ നടന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ടിക്കറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. ഷോയുടെ സംഘാടകയായ ഷാലിന, മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CK നവാസ്, ട്രഷറർ അനിൽ പീടികപ്പറമ്പിൽ, ഷിയാസ് MPs, സൈര നാസർ, സർഗം ഷെരീഫ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി കുടുംബമേള ഏപ്രിൽ 26 തൊടുപുഴ ന്യൂമാൻ കോളേജിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കരിമണ്ണൂർ റോയൽ ലാൻഡ്സ് ക്ലബ്ബും KS ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ ദാനം നടന്നു. കരിമണ്ണൂരിൽ നടന്ന ചടങ്ങിൽ വെച്ച് ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ഷൈൻ കുമാർ താക്കോൽ കൈമാറി. നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നടത്തുന്ന ഒരു മാസത്തെ സമ്മർ സ്പോർട്സ് സ്കൂൾ ആരംഭിച്ചു. ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. മലയപ്പറമ്പ് വാർഡിൽ ഇലക്ഷന് വോട്ടിനു വേണ്ടി തട്ടിക്കൂട്ടിയ ഓട നിർമ്മാണം പാതി വഴിയിൽ നിർത്തിയിട്ടിരിക്കുകയാണെന്ന് ആരോപിച്ച് SDPI രംഗത്ത്. പൊതുവിപണിയിൽ ചെറുനാരങ്ങയ്ക്ക് തീവില. മിക്കയിടങ്ങളിലും കിലോയ്ക്ക് 200 മുതൽ 240 രൂപ വരെയാണ് ചെറുനാരങ്ങയുടെ വിൽപ്പന നടക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.